അതെ, വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാടൻ ടേസ്റ്റിൽ ഒരു മാങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണ് ഇന്ന്. സദ്യയൊക്കെ കഴിച്ചു പായസമൊക്കെ കുടിച്ച് അങ്ങനെ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ആ ഇലയുടെ അറ്റത്ത് ഇതുപോലൊരു ഇത്തിരി മാങ്ങാച്ചാർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് അത് തൊട്ടുകൂട്ടി കഴിക്കാൻ തോന്നും. അപ്പൊ അതുപോലൊരു ഐറ്റാണ് ഇന്നത്തെ മാങ്ങാച്ചാറ്. അപ്പൊ നമുക്ക് ഷടപടയും തയ്യാറാക്കിയാലോ? 3 വലിയ മാങ്ങയാണ് ഞാനിവിടെ അച്ചാറിടാനായി എടുത്തിരിക്കുന്നത്. പിന്നെ മീഡിയം സൈസിലാണ് ട്ടോ ഞാൻ മാങ്ങ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. മാങ്ങയിൽ നിന്ന് വെള്ളമെല്ലാം കുറച്ചൊന്ന് ഊറി വന്ന് മാങ്ങ നല്ലപോലെ സോഫ്റ്റ് ആയി ഉപ്പ് നന്നായിട്ട് പിടിക്കാനാണ് ഒരു 2 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഒരു കടായി വെച്ചു. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഉലുവ, ഒരു വലിയ ടേബിൾ സ്പൂൺ കടുകും ചേർത്ത് നന്നായിട്ട് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അച്ചാർ തയ്യാറാക്കാനായി ഇതാ കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒരു 5-8 ചോള വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ചെറുതായി മുറിച്ചതും പിന്നെ അതുപോലെ തന്നെ 3 ചോള വറ്റൽമുളക് ചെറുതായി മുറിച്ചതും 5-6 ചോള പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ദാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു നുള്ളളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഈ സമയം ഞാൻ ഗ്യാസ് വളരെ ലോ ഫ്ലെയിമിലാണ് ട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 തവി വിനെഗറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നല്ലപോലെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയം ഞാൻ ഉപ്പൊന്ന് നോക്കിയായിരുന്നേ. അപ്പൊ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പൊ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടുക് ഉലുവയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ഭരണിയിലോ അല്ലെങ്കിൽ ചില്ലിന്റെ കുപ്പിയിലോ ഇട്ട് സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടാവാതെ ഇരുന്നോളും. നല്ല ചൂട് ചോറിന്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും സദ്യയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഹാപ്പി ഓണം. ടാറ്റാ.